ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ കുളി കഴിഞ്ഞാൽ ഉടൻ ഈറനോടെ ഈ പറയുന്ന ഒരു വരി ഉരുവിട്ടാൽ പണം ഒരിക്കലും കയ്യിൽ നിന്ന് ഒഴിയുകയില്ല. അതായത് സാമ്പത്തികം വന്നുകൊണ്ടേയിരിക്കും, പണത്തിന് ബുദ്ധിമുട്ട് വരികയില്ല, പണം കയ്യിൽ നിന്ന് ഒഴിയാതെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു കാര്യമാണ്. അപ്പം ഇത് ചെയ്യേണ്ടത് കുളിച്ചീറനോടെയാണ്. തല തോർത്തുന്നതിന് മുമ്പേ വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു അത്ഭുത വരിയാണ് പറയുന്നത്. മാത്രമല്ല സാമ്പത്തികമായ ഏതൊരു ബ്ലോക്കും മാറിക്കിട്ടും. ഇപ്പോൾ നിങ്ങൾക്കൊരു ലോൺ തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തരാമെന്ന് പറഞ്ഞിട്ട് അത് നാളെ നീളെന്ന് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാക്കടം കിട്ടാനുണ്ട്, നിങ്ങൾ കടം കൊടുത്തിട്ട് അത് കിട്ടുന്നില്ല, വലിയ തുക കിട്ടാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ട്. ഇങ്ങനെ നിരവധി, അല്ലെങ്കിൽ നിങ്ങളൊരു ഏത് തൊഴിൽ ചെയ്യുന്ന ആളായിക്കോട്ടെ, നിങ്ങളുടെ കയ്യിൽ പണം നിലനിൽക്കുന്നില്ല, പൈസ വരുന്നില്ല, ചിലവായി പോകുന്നു. അപ്പം അങ്ങനെ ഏതൊരാൾക്കും ഇത് ചെയ്താൽ പണം കയ്യിൽ നിന്ന് ഒഴിയുകയില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യമാണ് പറയുന്നത്. പിന്നെ ഈ വീഡിയോയുടെ അവസാനം ആയിരിക്കും, ചിലപ്പോൾ അറിയില്ല, പറഞ്ഞു വരുമ്പോഴേ അറിയത്തുള്ളൂ. പച്ചപ്പട്ട് കൊണ്ടുള്ള ഒരു വിദ്യ പറയുന്നുണ്ട്. അതും പണം വർദ്ധിക്കാനുള്ള ഒരു സംഭവമാണ്. അത് അവസാനമോ ചിലപ്പോൾ അത് മധ്യത്തിലോ അല്ലെങ്കിലൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളൊരു അതുകൂടെ കാണാൻ ശ്രമിക്കുക, അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഹസ്തരേഖ ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. അത് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. എന്നിട്ടത് കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അതുപോലെ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, അതുകൂടി മനസ്സിലാക്കുക. അപ്പം ഞാൻ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരും, അതുപോലെ ഞാനും വളരെ തിരക്കാണ്, ഞാൻ ഫ്രീ ആകാറില്ല. ഫ്രീ ആകുമ്പോൾ കാണുന്നവർക്ക് റിപ്ലൈ തരും. എന്നിട്ട് നിങ്ങൾക്ക് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. എല്ലാം നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. ക്ഷേത്രത്തിലേക്ക് ചെയ്യാനുള്ള നല്ല കാര്യങ്ങളും അവനവൻ സ്വയം ചെല്ലേണ്ട മന്ത്രങ്ങളും, പിന്നെ കൈരക, ഗ്രഹനില, സംഖ്യാജ്യോതിഷം അനുസരിച്ച് ചെല്ലേണ്ട മന്ത്രങ്ങളും, ക്ഷേത്രത്തിൽ പോകേണ്ട ദിവസം, ചെയ്യേണ്ട വഴിപാട്, ചെയ്യേണ്ട സമയം, വിളിക്കേണ്ട ദേവൻ, ദേവത, ഭാഗ്യനിറം, ഭാഗ്യസംഖ്യ, ഏതൊരാൾക്കും ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വിശദമായിട്ട്. പിന്നെ ശരനൂൽ രഹസ്യം, അത് ഞാൻ പറയുന്ന ശരനൂൽ രഹസ്യം വേറെ ആരും പറഞ്ഞു തരത്തില്ല, ശിവവിദ്യയാണ്. അങ്ങനെയുള്ള ചില നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് നേരിട്ട് വന്നാൽ നോക്കാൻ സാധിക്കത്തില്ല, കാരണം ഞാൻ എപ്പോഴും തിരക്കി തന്നെയാണ്. വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. അപ്പോൾ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, ആ നിലയിലാണ്. ഇന്നലെ ന്യൂ ഇയറിൻ്റെ ഒരുപാട് മെസ്സേജുകൾ വന്നു. പക്ഷേ ഞാൻ എല്ലാ മെസ്സേജുകളും പരമാവധി എൻ്റെ ശ്രദ്ധയപ്പെട്ടതിനൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. കൈ ഒരു പരുവമായി അതിന് മെസ്സേജ്, അതുപോലെ മെസ്സേജുകളാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരാളായിരിക്കും, അല്ലെങ്കിൽ 10 പേർക്കായിരിക്കും മെസ്സേജ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് എത്ര വർഷങ്ങൾ കൊണ്ട് എത്ര ആളുകൾ കോണ്ടാക്ട്സ് ഉണ്ട്. അവരൊക്കെ ചെയ്യുമ്പോൾ എന്ത് മെസ്സേജ് കാണുമെന്ന് അറിയാം, എത്ര നേരം ഇരുന്നാലേ അത് തീരുന്നെന്ന് അറിയാം. എൻ്റെ കൈ തന്നെ ഒരു പരുവമായി. അപ്പോൾ എന്നാലും എനിക്ക് സന്തോഷമുള്ളൂ, കാരണം അവരൊക്കെ അവരുടെ സ്നേഹമാണ് മെസ്സേജ് ചെയ്യുന്നത്, അവരുടെ സന്തോഷമാണ്. ഇതിനൊക്കെ ഞാൻ കണ്ടതിനെല്ലാം ന്യൂ ഇയറിൻ്റെ മെസ്സേജ് ഞാനും തിരിച്ചു ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. രാവിലെ കുളി കഴിഞ്ഞാൽ ഉടൻ, അതായത് തല തോർത്തുന്നതിന് മുമ്പ് വേണം ചെയ്യാൻ. വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ കുളിമുറി എന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ ഒരു മന്ത്രം ജപിക്കണം. ഈ ഒരു മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിക്കൂടി ഇടാം, അതോടെ നോക്കിയിട്ട് നിങ്ങൾ ജപിക്കുക. ഈ മന്ത്രം ജപിച്ച് കഴിഞ്ഞ് വിളക്കിൻ്റെ മുന്നേ നിന്ന് കൂടി 2 മന്ത്രം ജപിക്കേണ്ടതായിട്ടുണ്ട്. അത് ഈ മന്ത്രവും വേറൊരു മന്ത്രം കൂടാണ്. അപ്പോൾ അത് വളരെ ഒരു വരെയുള്ള സിമ്പിളാണ്. അപ്പോൾ അത് നിങ്ങൾ മുഴുവൻ കേൾക്കണം കേട്ടോ, എന്നിട്ട് നിങ്ങൾ ചെയ്യാവുള്ളൂ. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കുക, കാരണം കിട്ടാക്കടം കിട്ടാനുള്ളവർക്ക് വരെ കിട്ടിയിട്ടുണ്ട്, അതും ലക്ഷങ്ങൾ. പിന്നെ അതുപോലെ ഈ ആനുകൂല്യങ്ങൾ പല ഉദ്യോഗസ്ഥന്മാർക്കും കിട്ടാൻ തടസ്സപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തികം, പണം യഥേഷ്ടം തൊഴിലിൽ നിന്ന് സാമ്പത്തിക ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ക്രിയാകുണ്ടലിൻ പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചാണ് ശിവവിദ്യ ചെയ്യുന്ന ആളാണ്, ശിവയോഗിയാണ്. നമ്മളൊരു കാര്യം വെറുതെ പറയത്തില്ല, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം, അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതുകൊണ്ടാണ്
ഈ കിട്ടാക്കടം കിട്ടാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് പോയി ചെയ്യുന്നത്. പക്ഷേ ഇത് ചെയ്തവർക്ക് പണം കിട്ടിയിട്ടുണ്ട്. സാമ്പത്തികപരമായ ഏതൊരു ബ്ലോക്കും മാറും. വിശ്വാസത്തോടുകൂടി ചെയ്യണമെന്ന് മാത്രം, അല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യുന്നത് വിശ്വാസത്തോടുകൂടി ചെയ്യണം. അപ്പം കുളിമുറയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വസ്ത്രം എടുത്തുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കുക. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ എഴുതിയിടാം. ഈ മന്ത്രം നിങ്ങൾ ഒരു 3 തവണ വാ കൊണ്ട് ഉച്ചരിച്ച് ജപിക്കുക. എന്നിട്ട് ഭഗവാനോട് സമ്പത്ത്, ഐശ്വര്യം, ജീവിതം മുഴുവൻ സമ്പത്ത് ഇത് പറയുക. എന്നും ധനവും നൽകണമെന്ന് പറയുക. ഇത് പെട്ടെന്ന് തല തോർത്തുക. പിന്നെ വലതുകാലം വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങുക. പിന്നെ നിങ്ങൾ ഇതേക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇത് ഈറനോടെ ചെയ്യണം. അതായത് വസ്ത്രം എടുത്തുകൊണ്ട് തന്നെ ഈറനോടെ കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞെന്ന് ചെയ്യണം. ഇത് ചെയ്തു കഴിഞ്ഞ് നിങ്ങൾ കുളി കഴിഞ്ഞ് നിങ്ങൾ വിളക്ക് കത്തിക്കുന്നിടത്ത് വന്നതെന്ന് വെച്ചു വിളക്കിൻ്റെ പടിഞ്ഞാറ് ദിക്കിലെ തിരിയെ നോക്കി ഈ ഒരു മന്ത്രം ജപിക്കുക. 1 തവണയോ 3 തവണയോ ജപിക്കാം. സൗകര്യം പോലെ ചെയ്തോളുക. ഓം ഭൂർ ഭുവസ്വ തത് സവിതൂർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത്. 1 തവണ ചെല്ലാം, അല്ലെങ്കിൽ 3 തവണ ചെല്ലാം. ഇത് ഗായത്രിയാണ്, സൂര്യഗായത്രിയാണ്. അപ്പോൾ ഇത് നമ്മളുടെ പാപങ്ങൾ ശമിക്കും. നമ്മളുടെ പാപങ്ങൾ ശമിക്കുമ്പോഴേ നമ്മൾക്ക് എന്ത് ചെയ്താലും ഫലം ഉണ്ടാകത്തുള്ളൂ. ഞാനീ പറയുന്നവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേർക്ക് കേട്ടോ. ഇന്ന് എൻ്റെ കസ്റ്റമേഴ്സ് ഒരുപാട് ആളുകൾ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവരുണ്ട്, എൻ്റെ വീഡിയോ കാണുന്നവർ, ധനം ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെ രക്ഷപ്പെട്ട ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഒരുപാട് ജീവിതങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ ദിവസം UK പോയിട്ട് ഒരു ആൾ മെസ്സേജ് ഇപ്പോഴും കിടപ്പുണ്ട്. ആ മെസ്സേജ് ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്തില്ല. ഒരു സന്തോഷത്തിന് അത് ഇവിടെ കിടക്കട്ടെന്ന് വിചാരിക്കും. അപ്പോൾ അവർക്ക് UK പോയി അവർ രക്ഷപ്പെട്ടു. ഞാൻ പറയുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത അവരുടെ മോള് കുട്ടി. അപ്പോൾ അത് വലിയ സന്തോഷമാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താണ്. അതുകൊണ്ട് ഇതൊക്കെ വളരെ ജീവിതങ്ങൾ ഒരുപാട് മാറ്റിയ കാര്യങ്ങളാണ്. നിങ്ങൾ ഏത് തൊഴിൽ ചെയ്യുന്ന ആയിക്കോട്ടെ, നിങ്ങളൊരു കടയിൽ നിൽക്കുന്ന ആളായിക്കോട്ടെ, നിങ്ങളൊരു ചെറിയ തയ്യക്കട നടത്തുന്ന ആളായിക്കോട്ടെ, ഒരു ഓട്ടോ ഡ്രൈവർ ആയിക്കോട്ടെ, ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, വലിയ ബിസിനസ്സുകാരനായിക്കോട്ടെ, ചെറിയ ബിസിനസ്സുകാരനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വരും. പുതിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാകും. ജീവിതത്തിലേക്ക് പുതിയ പുതിയ സമ്പത്തിനുള്ള കാര്യങ്ങൾ വരും. അപ്പം ഓം ഭൂർ ഭുവസ്വ തത് സവിതോർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത്. 1 തവണയോ 3 തവണയോ വിളക്കിൻ്റെ പടിഞ്ഞാറ് ദിക്കിലെ തിരിയെ നോക്കി ജപിക്കണം. അതാ രഹസ്യം. അതിനുശേഷം വിളക്കിൻ്റെ പടിഞ്ഞാറ് ദിക്കിലെ തിരിയെ നോക്കി ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് എന്ന് 3 തവണ ജപിക്കുക, ഗണപതിയെ ചിന്തിച്ച്. ഇത് ജപിച്ചിട്ട് ഗണപതി ഭഗവാനോട് സമ്പത്ത്, ഐശ്വര്യം, ജീവിതം മുഴുവൻ സമ്പത്ത്, ദിവസവും ധനം ഇതെല്ലാം നൽകണമെന്ന് തന്നെ വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുക. മതി. ഇത് രാവിലെ ചെയ്യുക. വൈകിട്ട് കയ്യും കാലും മുഖം കഴുകിയിട്ട് കുളിമുറിയിൽ നിന്ന് കയ്യും കാലും മുഖം കഴുകിയിട്ട് വേണമെങ്കിൽ ഈ വിദ്യ തന്നെ ചെയ്യാം. വൈകിട്ട് ഈറനോടെ ചെയ്യണ്ട. പിന്നെ വൈകിട്ട് നിലവിളക്കിൻ്റെ മുന്നിൽ നിന്നും പടിഞ്ഞാറ് തിരികെ നോക്കി ഇത് ചെയ്യാം. 2 നേരവും ചെയ്യാം. രാവിലെ നിർബന്ധമായിട്ടും ചെയ്യണം. പിന്നെ 2 നേരവും ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഇത് ദിവസവും ചെയ്യുക. സാമ്പത്തികപരമായ ഏതൊരു ബ്ലോക്കും മാറും. കിട്ടാക്കടങ്ങൾ കിട്ടും. പുതിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാകും. തൊഴിൽ തടസ്സങ്ങൾ മാറും. സാമ്പത്തികമായിട്ട് വലിയ ഉന്നമനമുണ്ടാകും. അപ്പോൾ ഇത് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയും പറയാൻ പോകുന്നത് ഈ പച്ചപ്പട്ട് കൊണ്ടുള്ളൊരു കാര്യമാണ്. ഈ പച്ചപ്പട്ട് കൊണ്ടുള്ള കാര്യം നിങ്ങൾ ഇതുകൂടെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഏത് റൂമിൻ്റെ ആയിക്കോട്ടെ, ഏത് റൂമിൻ്റെ, നിങ്ങളുടെ വീട്ടിലെ ഏത് മുറിയുടെ ആണെങ്കിലും തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു അലമാരിയോ അല്ലെങ്കിൽ ഒരു മേശയോ ഏതെങ്കിലും ഈ ഡ്രോയുള്ള, അതായത് ചെറിയ ഡ്രോയുള്ള അലമാരിയോ മേശയോ എന്തെങ്കിലും ഏത് റൂമിൻ്റെ ആയിക്കോട്ടെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വയ്ക്കുക. അതിൻ്റെ അകത്ത് ഒരു പച്ചപ്പട്ടിനകത്ത് നിങ്ങളുടെ പാസ്ബുക്ക് പച്ചപ്പട്ടിനകത്ത് വെച്ച് ചുരുട്ടി പച്ചപ്പട്ടിനകത്ത് വെച്ച് പൊതിഞ്ഞ് ആ ഡ്രോയ്ക്കകത്ത് വെച്ച് പൂട്ടണം. ഇത് ആവശ്യമുള്ളപ്പോൾ പച്ചപ്പട്ട ഈ പാസ്ബുക്ക് എടുക്കാം. അതിനോട് വേണമെങ്കിൽ പണം വയ്ക്കാം. പണം വെച്ചവർക്ക് വലിയ സമ്പന്നരായ അനുഭവങ്ങളുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് ആ ഡ്രോ പൂട്ടിയിട്ട് അത് എപ്പോഴും തുറക്കരുത്, ആവശ്യമുള്ളപ്പം തുറക്കുക. അത് പാസ്ബുക്കും പണവും ഈ പച്ചപ്പട്ടിനകത്ത് വെച്ച് പൊതിഞ്ഞ് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഓഫീസുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കച്ചവട സ്ഥാപനമുണ്ട്. നിങ്ങളുടെ ഇടത് കൈ വരുന്ന ഭാഗത്തെ ക്യാഷ് ഡ്രോയിൽ പച്ചപ്പട്ട് ഇതിനകത്ത് ഇതുപോലെ പാസ്ബുക്ക് പൊതിഞ്ഞ് വെക്കുക. പണം വർദ്ധിച്ചു വരും. ചെയ്തു നോക്കിക്കൂ. ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ മുടക്കും. എത്രയോ ആളുകളുടെ ജീവിതം മാറിയിട്ടുണ്ട്. ഞാൻ ഈ കാര്യങ്ങൾ ചെയ്ത്
ഒരുപാട് അനുഭവമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരാളത് പറഞ്ഞു, അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു തരുന്നേക്കാന്ന് വിചാരിച്ചത്. അവർക്ക് പൈസ കുറച്ച് കിട്ടാനുണ്ടായിരുന്നത് കിട്ടി എന്ന് പറഞ്ഞ് അപ്പോൾ ഒരു സന്തോഷം. അപ്പം ഞാൻ നിങ്ങൾക്കൂടെ ഒന്നുകൂടെ പറഞ്ഞു. ഇതൊക്കെ പണ്ട് ഞാൻ പലപ്പോഴായിട്ട് ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഒരുപാട് വീണ്ടും അനുഭവങ്ങൾ വരുന്നതുകൊണ്ട്, ഒരുപാട് പേരുടെ ജീവിതത്തിൽ സാമ്പത്തികം വർദ്ധിക്കുന്നതുകൊണ്ട് ഞാനിത് ഒന്നുകൂടെ പറഞ്ഞതാണ്. ഇനി നിങ്ങളൊരു വണ്ടി ഓടിക്കുന്ന ആളാണെന്ന് വിചാരിച്ചു. നിങ്ങളൊരു അല്പം പച്ചപ്പട്ട് മേടിച്ച് അതിൻ്റെ അകത്ത് ഒരു 100 രൂപയോ 500 രൂപയോ അല്ലെ പാസ്ബുക്കോ ഒക്കെ പൊതിഞ്ഞ് അത് വെച്ചേക്കുക. വണ്ടിയുടെ ഒരു നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ അടുത്ത സൈഡിൽ ചെറിയ ഇത് കാണുമല്ലോ, ഡ്രോ കാണുമല്ലോ വെക്കാൻ, അവിടെ വെക്കുക, പൂട്ടി അടച്ചു വെക്കുക. സാമ്പത്തികം വരും. ചെയ്തു നോക്കുക. കാരണം നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവരകത്ത് എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ട്, എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഉണ്ട്, ഒരുപാട്. അതിലെല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട്, എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമുണ്ട്. സാധാരണക്കാരൻ മുതൽ ഏറ്റവും വലിയ രീതിയിലുള്ള സമ്പന്നരായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഗുണം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഏതൊരു വ്യക്തി ആയിക്കോട്ടെ. കാരണം എല്ലാവരും ജീവിക്കുന്നത് അന്നത്തെ അന്നത്തിന് വേണ്ടിയും ഒരു കുടുംബം പോറ്റാൻ വേണ്ടിയുമാണ്. അപ്പോൾ ആ നിലയിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും പ്രയോജനം ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ നക്ഷത്രം ചോതിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, പ്രായമുള്ള ആളാണ്, എൻ്റെ ഒരു അധ്യാപകനോടാണ്. പുള്ളിക്ക് പക്ഷേ ആത്മീയമായ കാര്യങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ എന്നോട് പുള്ളി ചോദിച്ച് എൻ്റെ എന്തെങ്കിലും കാര്യം നിനക്ക് പറയാവിടാന്ന് ചോദിച്ചു. എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ട്യൂഷനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ആ സ്നേഹബന്ധം നമുക്കുണ്ട്. ഞാൻ പറഞ്ഞു ഒരു അഞ്ചാറ് അല്ലെങ്കിൽ ഒരു 5-8 മാസത്തേക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, കുളിമുറി കയറുമ്പോൾ തെന്നി വീഴാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ കുളിമുറി എല്ലാം കഴുകി വൃത്തിയാക്കി എപ്പോഴും സൂക്ഷിക്കുക. അതുപോലെ പട്ടി, മൃഗങ്ങളെയൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് അശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ മൃഗങ്ങളിലെയൊക്കെ ആക്രമണം ഉണ്ടാകാം. നമ്മൾ ശ്രദ്ധയില്ലാതെ അതിൻ്റെ മുന്നിലോട്ട് ചെന്ന് ചാടിയിട്ടോ അല്ലെങ്കിൽ അതിനെ പ്രകോപിപ്പിക്കുന്ന മൂലം ആയിരിക്കാം. ഈ ഒരു 5-8 മാസത്തിലേക്ക് ഒരു ശ്രദ്ധ, ഒരു അബ്സെൻറ്റ് മൈൻഡ് ആകാം പലപ്പോഴും. പുള്ളിയുടെ നാൾ വെച്ച് സമയം അനുസരിച്ച് ചിലർ ആബ്സെൻറ്റ് മൈൻഡ് ആകും. ഒരു മൈൻഡ്, ഒരു ശ്രദ്ധ പോകാം. അതുകൊണ്ട് പറ്റുന്ന റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ ഈ സമയത്ത് ആർക്കും പണം കടം കൊടുക്കുക അല്ലെ അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ വളരെ ശ്രദ്ധിച്ചു വേണം. അതിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങളുണ്ടാകാം. പിന്നെ ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം ഞാൻ പുള്ളിയോട് പറഞ്ഞത്, റെയിൽവേ പാളത്തെ കൂടെ പോകുകയെന്ന് വിചാരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ സമയത്ത് ഈ നക്ഷത്രക്കാരൻ ശ്രദ്ധിക്കണം. കാരണം മിസ്റ്റേക്ക് പറ്റാം. 2 പാളമുള്ളതാണെങ്കിൽ ചിലപ്പം ഇദ്ദേഹം അബ്സെൻറ്റ് മൈൻഡ് ആയിരിക്കും. അതായത് മൈൻഡ് ഒരു ശ്രദ്ധയില്ലാതെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ആ പാളത്തെ കൂടെ വരുന്നത് ഈ പാളത്തെ കൂടെ വരുന്നത് ചിലപ്പോൾ അബദ്ധങ്ങൾ പറ്റാം. പുള്ളി എന്നോട് പറഞ്ഞു വളരെ ശരിയാണെന്ന് പറഞ്ഞു. കാരണം പുള്ളിക്ക് റെയിൽവേ പാളത്തെ കൂടെ പുള്ളി എളുപ്പത്തിനോട് റെയിൽവേ പാളത്തെ കൂടെ പോകാറുണ്ട്. അപ്പോഴേ ഈയുടെ തലനാരിഴയ്ക്കാണ് പുള്ളി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കണക്കുകൂട്ടലല്ല ഞാൻ പറഞ്ഞ എത്ര കൃത്യമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഒരു 5-8 മാസത്തേക്ക് ഇനി റെയിൽവേ വഴി പോകണ്ട, വേറൊരു വഴി പോയാൽ മതി, അത് പുള്ളി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അതാണ് ജ്യോതിഷം അല്ലെ ഹസ്തരേഖ അല്ലെ സംഖ്യാജ്യോതിഷം. ഒരാളുടെ ജീവിതം മാറ്റുന്ന കാര്യം. അല്ലാതെ കുറേ നാൾ കാണാൻ പഠിച്ച് പറയാൻ എല്ലാവരെയും കൊണ്ട് പറ്റില്ല, ബുക്ക് നോക്കി പറയാൻ നമുക്ക്. അതല്ല ഒരാളുടെ ജീവിതം മാറ്റുന്ന കാര്യം, ഒരാളുടെ ജീവൻ തിരിച്ചു പിടിക്കുന്ന കാര്യം. പണ്ട് ഇതുപോലെ ഒരാൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ രാത്രി വഴിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ യാത്ര ഒഴിവാക്കണം. പിന്നെ ഈ റോഡ് സൈഡിൽ കാടുണ്ടെങ്കിൽ മാറി നടക്കണം, അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കി നടക്കണം. അപ്പം പുള്ളി എന്നോട് ചോദിച്ചു എന്തുവാ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു പാമ്പ് അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പുള്ളി എന്നെ കാല് പൊക്കി കാണിച്ചു. പാമ്പ് കടിച്ചിട്ട് 2 ദിവസമായി. പുള്ളി രക്ഷപ്പെട്ടു, കുഴപ്പമില്ലായിരുന്നു. അപ്പം എൻ്റെ മനസ്സും അന്ന് നടക്കുന്ന കാര്യവുമായി ഒരു 2 ദിവസത്തെ വ്യത്യാസം. എൻ്റെ മനസ്സ് അതിനൊപ്പം സഞ്ചരിച്ചു. ഇത് ചില കാര്യങ്ങൾ അപ്പോൾ അദ്ദേഹത്തിന് അത് സംഭവിച്ചിരുന്നു. പക്ഷെ ചിലർക്ക് സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ട് അതിന് രക്ഷപ്പെടാൻ പറ്റും. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരാൾ വന്നു. പുള്ളിയോട് ഞാൻ പറഞ്ഞു നിങ്ങൾ കുളത്തിൽ നീന്തുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അദ്ദേഹം പറഞ്ഞു ഒരു പ്രാവശ്യം കുളത്തിൽ പോയി മരിക്കേണ്ടതായിരുന്നു. ഇന്നും പുള്ളി കുളത്തിൽ കുളിക്കാൻ പോകത്തില്ല. കുളം ഞാറ്റിൽ. അതുകൊണ്ട് തന്നെ അയാളും മിടുക്കനായിട്ട് ജീവിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഈ അടുത്തിടയ്ക്ക് ഒരാളെ ഇതുപോലെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി ആയിരുന്നു ഉറങ്ങുന്ന സ്വഭാവം ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി അത് പാടില്ല. കാരണം നമ്മളുടെ ആ മനസ്സ് ഈ ഒരു കാര്യത്തോട് വളരെ അടുത്ത് സഞ്ചരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് അയാളുടെ ജീവിതത്തിൽ ഒരു കുഴപ്പവും വരത്തില്ല.
വേറെ ഒരു ആള് ഞാൻ കൈരേഖ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വാഹനം ശ്രദ്ധിക്കണം. അന്ന് വൈകിട്ട് പുള്ളിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. പക്ഷേ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പം വരത്തില്ലെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഒരു ചെറിയ പോറൽ പോലും പറ്റിയില്ല. പക്ഷെ ഒരു അപകടം ഉണ്ടായി. വേറൊരു വണ്ടി എതിരെ വന്ന് പുള്ളിയുടെ കുഴപ്പമല്ല, പുള്ളി ശ്രദ്ധിച്ച് തന്നെ ഓടിച്ചത്. കാരണം പക്ഷേ എങ്കിലും ഒരു കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. പുള്ളി ഉടനെ എന്നെ വിളിക്കുന്നു, എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് വഴിപാടുകളിലൂടെ ചെയ്യുക. കാരണം വണ്ടി എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ്. ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം വേറൊരുത്തൻ എങ്ങനെ വന്നാലും നമ്മളെ ബാധിക്കാം. അപ്പോൾ അവിടെ ഒരു ദൈവാധീനം വേണം. നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഭാഗം ശ്രദ്ധിക്കുക. പിന്നെ വേറൊരുത്തൻ ഇപ്പം തെറ്റിച്ച് വന്നാലും വേറൊരുത്തൻ ഒരു നിയന്ത്രണമില്ലാതെ നമ്മുടെ നേരെ വന്നാലും നമുക്ക് അപകടം പറ്റും. അതുകൊണ്ട് വഴിപാടുകൾ കുറച്ച് പറഞ്ഞു കൊടുത്തു. ഒരു കുഴപ്പമില്ല. അത് ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചുള്ളൂ. ഒരു പോറൽ പോലും പറ്റാതെ പുള്ളി രക്ഷപ്പെട്ടു. ട്രെയിൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട്. ശ്രീരാമ മന്ത്രം ജപിച്ച് ആ സമയങ്ങളിൽ, ദോഷമുള്ള സമയങ്ങളിൽ. അങ്ങനെ എന്തെല്ലാം അനുഭവങ്ങളുണ്ട്. ഇതൊക്കെ ജീവിതം തിരിച്ചു പഠിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ചുമ്മാ കുറേ നാൾ കാണാൻ പഠിച്ച് പറയുകയോ അതൊക്കെ നമുക്ക് എല്ലാവർക്കും ബുക്ക് നോക്കി പറയാം. അതല്ല, ജീവിതത്തിൽ ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇപ്പം ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട ഇത്രയും നാളുകാർ ഒരു 6-8 മാസത്തേക്ക് കുളിമുറിയിൽ തെന്നി വീഴാതെ ശ്രദ്ധിക്കണം. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. സാമ്പത്തികപരമായ ഏതൊരു കാര്യം ശ്രദ്ധിക്കണം. തട്ടിപ്പുകളിൽ ചെന്ന് ചാടാതെ ശ്രദ്ധിക്കണം. കടം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ട് വരും. പിന്നെ ഇതുപോലെ റെയിൽപ്പാളം അതുപോലൊക്കെ ഉള്ളിടത്താണെങ്കിൽ കഴിവ് അതിൽ കൊടുക്കുക, സഞ്ചരിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് സഞ്ചരിക്കുക. അശ്രദ്ധ ഉണ്ടാകുക ഈ സമയങ്ങളിൽ. പിന്നെ പട്ടി അതുപോലെ മൃഗങ്ങളെ ശ്രദ്ധിക്കണം. അത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് പറ്റുന്നതാണ്. പിന്നെ കാല് മടിഞ്ഞ് വീഴുക, പിന്നെ അങ്ങനെ വീഴ്ചകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു ദോഷ സമയങ്ങളിൽ വീഴ്ച ഉണ്ടായാൽ ഒരു കാലിനോ ഒക്കെ അല്ലെ കാലിൻ്റെ എല്ലിനോ ഒക്കെ ഒരു ക്ഷതമുണ്ടായാൽ പ്രായമുള്ളവരാണെങ്കിൽ പിന്നെ അത് ശരിയാകാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു കോൺസിക്വൻസ് അല്ലെ പരിണിത ഫലം ജീവിതത്തിലുടനീളം അലട്ടാമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുന്നവർക്കെല്ലാം ജീവിതത്തിൽ ഗുണമുണ്ടായിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എൻ്റെ അടുത്തൊരു ബിസിനസ് ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പാർട്ണർഷിപ്പ് ചെയ്യാനാണ്. അതോടെ ഞാൻ പറഞ്ഞ പാർട്ണർഷിപ്പ് നിങ്ങൾ ചെയ്താൽ ശരിയാകത്തില്ല. അപ്പം പിന്നെ പുള്ളി പറഞ്ഞ അതല്ല, പിന്നെ ഒന്നും അറിയണ്ട, കൂടെ ഉള്ളൊരു പാർട്ണർ നോക്കിക്കോളുമല്ല, ഞാനത് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളുടെ ഇഷ്ടം, എന്നോട് ചോദിച്ചോണ്ട് അഭിപ്രായം പറഞ്ഞോളൂ. പിന്നെ എന്നോട് പറഞ്ഞു മുഹൂർത്തം ആ പാർട്ണർ അങ്ങോട്ട് നോക്കിച്ചു, അടിപൊളി സമയമാണ്, തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, എൻ്റെ അഭിപ്രായം പറഞ്ഞു, അത്രയേ ഉള്ളൂ. നമ്മുടെ ഭാഗം കഴിഞ്ഞു. എന്നോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി ബിസിനസ് തുടങ്ങി 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേനും അത് പൂട്ടി. പുള്ളിക്ക് ഏതാണ്ട് 1,00,000-നും 3,00,000-നും ഇടയിൽ രൂപ നഷ്ടം വന്നു. പുള്ളി എന്നോട് പറഞ്ഞു. ഞാൻ അന്നേ പറഞ്ഞതല്ലേ. അതിൽ പിന്നെ പുള്ളി ഏതൊരു കാര്യം ചോദിക്കും, ഞാൻ എൻ്റെ അഭിപ്രായം പറയും, പുള്ളിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം അല്ലെ ചെയ്യാതിരിക്കാം. 1,00,000-നും 3,00,000 ഇടയ്ക്ക് രൂപ പുള്ളിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ചില കാര്യം നമുക്കിതൊക്കെ നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഈ എല്ലാ ആപത്തുകളിലും മണ്ടത്തരങ്ങളിലും പോയി ചാടണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ചില സമയം വെച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ, അല്ലെങ്കിൽ ഈശ്വരാധീനത്തോടു കൂടി ചെയ്താൽ, ഏത് ഒരു പ്രതിസന്ധികളിലും നമുക്ക് ഈശ്വരൻ്റെ സഹായം ഉണ്ടെങ്കിൽ ഒരു നഷ്ടം ഉണ്ടാകുന്ന സാഹചര്യമാണെങ്കിൽ പോലും വലിയ നഷ്ടം ഉണ്ടാകാതെ ജീവിതത്തിലെ ഒരു സാമ്പത്തിക ലാഭത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും, ഒരു ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഞാൻ പറയാറുള്ളത്. അപ്പം ഞാൻ ഏതായാലും ഈ വർഷത്തെ ഫലം ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഏതായാലും കൊള്ളാതെ അത് ആളുകൾ കണ്ടിട്ടില്ല. കാരണം അത് ഇതുപോലുള്ള നല്ല കാര്യങ്ങളായതുകൊണ്ടായിരിക്കാം. ഒരു വർഷത്തെ മുഴുവൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് വിഷമം തോന്നി. കാരണം അതുപോലെ ആത്മാർത്ഥമായിട്ടാണ് പല കാര്യങ്ങളും ഇതുപോലെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. വർഷഫലം അല്ലാതെ നാളിനെ കുറിച്ച് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. വർഷഫലം ആരും കണ്ടിട്ടില്ല അധികം. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളെ ആരൊക്കെ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം പുണർതം നാളുകാർ, ഉത്രം നാളുകാർ, പൂര ഉത്രം നാളുകാർ, പുണർതം നാളുകാരുടെ ഒരു വീട് പണി കാര്യങ്ങൾ നടക്കുക. അതുപോലെ ഉത്രം പൂരം ഈ നാളുകാർക്ക് ഇനിയും പുണർതം നാളുകാർക്കൊക്കെ വീട് പണി കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കേണ്ട സമയമാണ്. ഈ മകം പൂര ഉത്രം ഈ നാളുകാർക്ക് ഈ 2025 മാർച്ചിന് ശേഷം പുതിയ സ്ഥലം വാങ്ങാം, വീട് വെക്കാം ഒക്കെയുള്ള പറ്റിയ സമയം തന്നെയാണ്. ശ്രമിച്ചാൽ നടക്കും. അതൊക്കെ ഞാൻ ആ വാർഷിക ഫലത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ശ്രമിച്ചു നടക്കും, ഉറപ്പാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട നാളുകൾ. പക്ഷെ എന്തായാലും അധികം ആരും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
പുതുവർഷ ആശംസകൾ എല്ലാവർക്കും ഞാൻ നേരുകയാണ്. ഈശ്വരാധീനത്തോടു കൂടിയ ഒരു പുതുവർഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നേരുന്നു. പുതുവർഷം, എൻ്റെ പുതുവർഷം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ ഞാനൊരു ബേക്കറി ഇരുന്ന് ചായ കുടിക്കുമ്പോൾ ഒരു ആൾ വന്നു ഒരു കേക്കിന് വില ചോദിച്ചു. കേക്കിന് വില ചോദിച്ചപ്പം അദ്ദേഹത്തിന് 2 മക്കളുണ്ട്. എനിക്കറിയാം അദ്ദേഹം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പം പുള്ളി കേക്കിൻ്റെ വില പറഞ്ഞപ്പം മേടിക്കാൻ അദ്ദേഹത്തിന് പൈസയില്ല. ഇദ്ദേഹം അങ്ങ് പോയി. അപ്പം ഞാൻ ഡിസംബർ 31 കാര്യമാണ് പറയുന്നത്. 2024 ഡിസംബർ 31 കാര്യമാണ് പറയുന്നത്. ഇന്നലത്തെ കാര്യം പറയുന്നത്. അപ്പം ഞാൻ അദ്ദേഹം പോയാൽ ഉടനെ എനിക്ക് അദ്ദേഹത്തെ അറിയാം. കുറച്ച് ബുദ്ധിമുട്ടുള്ള കേക്കിൻ്റെ വില ചോദിച്ച് പിള്ളേർക്ക് 2 ആൺപിള്ള കൊച്ചു പിള്ളേരുണ്ട്. അപ്പോൾ അത് പുള്ളിക്ക് പൈസ ഇല്ലാഞ്ഞുകൊണ്ട് പുള്ളി വിഷമിച്ചങ്ങ് പോയി. പുള്ളി പോയി കഴിഞ്ഞാൽ ഉടനെ പുള്ളി ചോദിച്ച ആ കേക്ക് ഞാൻ പറഞ്ഞ് ഞാനത് മേടിച്ചു. പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഇദ്ദേഹം അങ്ങ് പോയി. ഞാൻ പുറകെ പോയി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. ഞാൻ പറഞ്ഞത് പിള്ളേർക്ക് കൊടുത്തേര്, അതിന് എൻ്റെ നാമത്തിൽ ഞാൻ പിള്ളേർക്ക് തരുന്ന പിള്ളേർക്ക് കൊടുത്തേക്കാൻ പോകും. അതായിരുന്നു എൻ്റെ പുതുവർഷം. അപ്പോഴേ ചെറിയ കാര്യമാണ്, പക്ഷെ എനിക്കത് വലിയ സന്തോഷം തോന്നി. പുതുവർഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ വർഷം കടമുണ്ടായതും അല്ലെങ്കിൽ ബഹളങ്ങളുണ്ടായതും അല്ലെങ്കിൽ എല്ലാ നഷ്ടങ്ങളുണ്ടായതും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് വർഷത്തിൻ്റെ കുഴപ്പമാണെന്ന് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ വർഷം പോകുമ്പോഴും പുതിയ വർഷം വരുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെയാണ് ഡാൻസ്, ബഹളം, പാട്ട് എല്ലാം. അത് സന്തോഷിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒരിക്കലും വർഷത്തിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ പ്രവൃത്തിയുടെ കുഴപ്പമാണ്, നമ്മുടെ ചിന്തയുടെ കുഴപ്പമാണ്. ഇപ്പം കഴിഞ്ഞ വർഷം ലോൺ അടയ്ക്കാൻ പറ്റിയില്ല, നമ്മുടെ കുഴപ്പമാണ്. കഴിഞ്ഞ വർഷം ആരുമായിട്ടെങ്കിലും വഴക്കുണ്ടായി, നമ്മുടെ കുഴപ്പമാണ്. കഴിഞ്ഞ വർഷം വരുമാനം കുറഞ്ഞു, നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം വർഷത്തിന് കുഴപ്പമായിട്ടും കാണും. അതുകൊണ്ട് തന്നെ ഈ വർഷം കടന്നു പോകുമ്പോൾ പുതുവർഷം വരുമ്പോൾ ഭയങ്കര ഡാൻസ്, പാട്ട്, DJ ഒക്കെ ഇട്ട് ഇങ്ങനെ ഇത് വർഷത്തിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞാൽ വർഷത്തിനോടാണ് ദേഷ്യം മുഴുവൻ തീർക്കുന്നത്. അപ്പോൾ സന്തോഷിക്കുന്നതുകൊണ്ടോ പുതിയ വർഷത്തെ വരവേൽക്കുന്നതോ ഒക്കെ നല്ലത് തന്നെ. പക്ഷേ നമ്മളെപ്പോഴും നമ്മളുടെ ഒരു കുഴപ്പം കൊണ്ടാണെന്ന് മനസ്സിലാക്കുമ്പോഴേ പുതുവർഷം നമുക്ക് ഗുണം ചെയ്യത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാക്കും. അല്ലെങ്കിൽ അടുത്ത വർഷം ഇത് തന്നെ വർഷം കഴിഞ്ഞപ്പോൾ ആ വർഷത്തിൻ്റെ കുഴപ്പമാണെന്ന് വിചാരിച്ചിരിക്കും. നമ്മൾക്ക് പറ്റിയ എല്ലാ നഷ്ടങ്ങളും ആ വർഷത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ്. അപ്പോൾ ഈ വർഷത്തിൻ്റെ കുഴപ്പം എന്നതിലുപരി വ്യക്തിയുടെ കാഴ്ചപ്പാട്, ചിന്താഗതി, പ്രവർത്തനങ്ങൾ ഇതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. ഓരോ നിമിഷവും പുതിയതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ നിമിഷവും പുതിയതാണ്. ആ ഓരോ നിമിഷവും നമ്മൾ പ്രവർത്തിക്കുക, നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ഒരു പുതുവർഷം എന്ന് പറഞ്ഞ ഇത് മാത്രം നമ്മൾ വലിയ ആഘോഷിച്ചോ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓരോ നിമിഷവും പുതിയതാണ്. ആ ഓരോ നിമിഷവും മനസ്സിലാക്കി നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താലാണ് ജീവിതം മാറുന്നത്. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ ഓരോ നിമിഷവും പുതിയ നിമിഷങ്ങൾ തന്നെയാണ്. ആ പുതിയ നിമിഷങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രയോജനപ്പെടുത്തിയാൽ ജീവിതം എത്ര മനോഹരമായിരിക്കും എന്നറിയോ. അത് പ്രയോജനപ്പെടുത്താത്തതുകൊണ്ടാണ് അടുത്ത വർഷം മുതൽ ഞാൻ മാറാൻ പോവുകയാണ് എന്നിട്ട് ചുമ്മാ കിടന്നങ്ങ് സന്തോഷിച്ചോളുക. ആ സന്തോഷം കുറച്ച് കഴിയുമ്പോൾ തീരും, അതിൻ്റെ അകത്തൊന്നും കാര്യമില്ല. പക്ഷേ ഓരോ നിമിഷവും പുതിയതാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് ജീവിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ തൊഴിലിനെ, നിങ്ങളുടെ കുടുംബത്തിനെ, നിങ്ങളുടെ ജീവിതത്തിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പുതുവർഷത്തിൽ ഞാനൊരു പ്രാർത്ഥന പറഞ്ഞു തരികയാണ്. അത് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ ചൊല്ലുക. ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിയാൽ മതി. അത് ഈശ്വരനെ, പ്രപഞ്ച സൃഷ്ടാവായ ഈശ്വരൻ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്, അനശ്വരനായ ഈശ്വരൻ. ഇവിടെ ഒരു ഈശ്വരന്മാരുടെയും പേര് പറയണ്ട. ഓരോ നിമിഷവും പുതിയതാണ്. അത് അങ്ങയുടേതാണ്. ഓരോ നിമിഷവും പുതിയതാണ്. അത് ഈശ്വര അവിടുത്തെ സൃഷ്ടിയാണ്. ആ ഓരോ നിമിഷത്തിലും നിൻ്റെ അനുഗ്രഹങ്ങൾ, നിൻ്റെ സഹായം എനിക്കുണ്ടാകണം. ഈശ്വര, എൻ്റെ എനിക്ക് പ്രവൃത്തി ചെയ്യാൻ ആ ഓരോ നിമിഷവും നീ ശക്തി തരണം. ഈശ്വര, അവിടുത്തെ ഞാൻ വണങ്ങുന്നു. ഈശ്വര, അവിടുത്തേക്ക് കോടാനുകോടി പ്രണാമം, മഹത്വം. ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ദിവസവും രാവിലെ നിങ്ങൾ കിഴക്കോട്ട് നോക്കി എന്ന് പറയുക. മനസ്സിലോ ഭാഗമുണ്ടോ പറയാം. ഇത് ഈ ഹൃദയത്തിൽ ആ ഈശ്വര എന്നുള്ള ചിന്തയിൽ പറയണം. ശ്രദ്ധ മുഴുവൻ ഹൃദയത്തിലായിരിക്കണം. മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാലും മതി. കണ്ണു തുറന്ന് ഒന്ന് ചെയ്ത് നോക്കുക.
നിങ്ങൾ ഈശ്വരനെ അറിയും. ഓരോ നിമിഷവും നിങ്ങൾ അറിയും. ഓരോ പ്രവൃത്തികളിലും നിങ്ങൾക്ക് ഈശ്വരൻ ശക്തി തരും. ഓരോ നിമിഷത്തിലും ഓരോ പ്രവൃത്തിയിലും ഈശ്വരൻ്റെ കൈകടത്തിലുണ്ടാകും. നിങ്ങളുടെ ജീവിതം ഏറ്റവും മനോഹരമാകും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്ക് പുതുവർഷത്തിൽ നൽകുവാനുള്ളൊരു പ്രാർത്ഥന അതാണ്. എല്ലാവരിലും ഈശ്വരൻ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.